നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചതോടെ ബിജെപിക്ക് സമാധാനമായി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് കരുതുന്നതെങ്കിൽ പോലും അവസാനിച്ചിട്ടില്ല എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. അതായത് സോനം വാങ്ചുക്കിനൊപ്പം അവിടെ സമരത്തിനിരുന്ന മറ്റൊരു കൂട്ടരുണ്ട്. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു രാഷ്ട്രീയ കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ആ ടീമിന് ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിദ്യാർത്ഥികളുമായി സംസാരിച്ച് വിദ്യാർത്ഥികൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നടപടി എടുക്കാം, അല്ലെങ്കിൽ ആശ്വാസം നൽകാം എന്നുള്ള ഉറപ്പ് ഭരണകൂടം നൽകുമ്പോഴും നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോക്രോച്ച് പാർട്ടി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് മുൻനിര പോരാളിയായ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെയും തങ്ങൾ സമരം തുടരും എന്നാണ് കോക്രോച്ച് പാർട്ടി പറയുന്നത്. അതായത് ഡൽഹിയിലുള്ള ആ ഒരു അന്തരീക്ഷം അതേ രീതിയിൽ തുടരുമെന്ന്. ഇനി ഈ കോക്രോച്ച് പാർട്ടി പ്രവർത്തകർക്കെതിരെ ഏത് തരത്തിലാണ് കേന്ദ്ര തീരുമാനമെടുക്കുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് ഫോഴ്സ് നടപടികൾ കൈക്കൊള്ളുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. നിലവിൽ സോനം വാങ്ചുക് ആ ഒരു സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ അക്രമങ്ങൾ ഈ രീതിയിലെങ്കിലും ചുരുങ്ങിയത് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ സോനം വാങ്ചുക് പോലും അവിടെ നിന്ന് നിരാഹാരം അവസാനിപ്പിച്ച പിരിയുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കോക്രോച്ച് പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഓരോ ആളുകളുടെയും ജീവൻ തന്നെ ആപത്തിലാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഇനി എങ്ങനെയാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുക, അതിന് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുമോ എന്നതടക്കം കാത്തിരുന്ന് കാണണം. എന്നാലും കോക്രോച്ച് പാർട്ടി ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള തരത്തിൽ തീരുമാനങ്ങൾ തുടരുന്നു. സമരരീതിയെ ചൊല്ലി സോനം വാങ്ചുക്കും CJPയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നതടക്കമുള്ള നിരവധി സംശയങ്ങൾ നിലവിലുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കടക്കം നിലപാട് അറിയിച്ചുകൊണ്ടാണ് കോക്രോച്ച് പാർട്ടി ഇപ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വാങ്ചുക്കിന്റെ ആരോഗ്യം സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നുവെന്നും 11 കിലോയോളം ഭാരമാണ് കുറഞ്ഞത് എന്നും സൗരവ് ചൂണ്ടിക്കാണിക്കുന്നു. വാങ്ചുക്കിന്റെ ത്യാഗം പാഴാകാതെ ഈ സമരത്തെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ തീരുമാനമെന്ന് CJP വക്താവ് വ്യക്തമാക്കി. ഈ പറയുന്ന സമരം തുടരുമെന്നാണ് അവർ നൽകുന്ന സൂചനകൾ. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ആവശ്യം. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ CJP ഉറച്ചു നിൽക്കുന്നു എന്നാണ് സൗരവ് ദാസ് വ്യക്തമാക്കുന്നത്. ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നേടുന്നത് വരെ അതിനായി നിലകൊള്ളുമെന്ന് CJP വക്താവ് വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി കർശനമായ പുതിയ നിയമം കൊണ്ടുവരാൻ കേന്ദ്രമന്ത്രിസഭ തയ്യാറെടുക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞത് എങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്നാണ് CJP നേതാക്കളുടെ തീരുമാനം. സോനം വാങ്ചുക്കിന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നേരത്തെ നന്ദി പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടു നടത്തിയ പോരാട്ടമാണ് വാങ്ചുക് നടത്തിയതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 26 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ അദ്ദേഹം സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസവും നന്ദിയുമുണ്ടെന്നും സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ അദ്ദേഹത്തിന്റെ ജീവൻ രാജ്യത്തിനേറെ വിലപ്പെട്ടതാണെന്നും ദീപക് പറയുന്നു. ജന്തർ മന്ദറിൽ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി നിലവിൽ നൽകിയിരിക്കുന്ന അറിയിപ്പ്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് വാങ്ചുക് പ്രതികരിക്കുന്നു. രാജ്യത്തുടനീളം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 65 പാർലമെന്റ് അംഗങ്ങൾ തന്നെ സന്ദർശിക്കുകയോ സമരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയോ ചെയ്തതുകൊണ്ട് കത്തുകളിൽ ഒപ്പിടുകയോ ചെയ്തിരുന്നു എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം സൂചന നൽകി. രാജ്യത്ത് എവിടെയും ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും സോനം വാങ്ചുക് അറിയിക്കുന്നു. അതേസമയം സോനം വാങ്ചുക് ഈ സമരത്തിൽ നിന്ന് പിന്മാറുമ്പോഴും ഞങ്ങൾ ഇനി മുന്നോട്ട് തന്നെ എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തീരുമാനം. ഇപ്പോൾ ട്വിറ്ററിൽ അവർ ട്വീറ്റ് ചെയ്തിരിക്കുന്ന വിഷയം കൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും സമാധാനപരമായ സമരം തുടരുമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അറിയിക്കുന്നത്. വാങ്ചുക്കിന്റെ അസാധാരണമായ ധൈര്യത്തിനും ത്യാഗത്തിനും നന്ദി പറഞ്ഞ ദീപ്കെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പോരാട്ടം തുടരുമെന്ന് അറിയിച്ചു.
എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു പ്രതികരണം. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ വെച്ചാണ് തന്റെ 26ാം ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം വാങ്ചുക്ക് അവസാനിപ്പിച്ചത്. 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ആശ്വാസവും കൃതജ്ഞതയുമുണ്ട്. സോനം സാർ, അങ്ങയുടെ അസാധാരണമായ ധൈര്യത്തിനും വലിയ ത്യാഗത്തിനും നന്ദി. നിങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ തന്നെ മനസാക്ഷിയെ തട്ടിയുണർത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്തിന് വിലമതിക്കാനാകാത്തതാണ് അങ്ങയുടെ ജീവൻ എന്നും അഭിജിത്ത് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. കൂടാതെ വാങ്ചുക്കിന്റെ നിരാഹാരം അവസാനിപ്പിച്ചുവെങ്കിലും വിദ്യാർത്ഥികളുടെ സമരം അവസാനിക്കുകയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നരേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെയും ജന്തർ മന്ദറിൽ CJP സമാധാനപരമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് ദീപ്കെ നൽകുന്ന സൂചന. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെയും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ടുമാണ് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് നിരാഹാര സമരം നടത്തിയിരുന്നത്. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ വെച്ച് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദയുടെയും ജിതേന്ദ്ര സിംഗിന്റെയും സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം ഈ വെള്ളിയാഴ്ച പുലർച്ചെ ഉപവാസം അവസാനിപ്പിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി നിരീക്ഷണത്തിൽ വരികയായിരുന്നു. ഈ സമയത്താണ് CJP ഇത്തരമൊരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും CJP പ്രക്ഷോഭങ്ങളുമായിട്ട് ഇനി രംഗത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഡൽഹിയിലെ അന്തരീക്ഷവും കേന്ദ്രത്തിന്റെ തീരുമാനവും ഒക്കെ എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് പൊതുജനങ്ങൾ. കാരണം ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിയാക്ഷൻ അത് വളരെ മോശമാണ് എന്ന തരത്തിൽ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ സഹിതം പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇനിയും അവർ ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും കേന്ദ്രത്തിന്റെ ആ ഒരു തീരുമാനം തന്നെയാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ആശ്വസിക്കാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ഇത്തരം തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാകുന്നത്.